അടുത്തതായി വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന്റെ ഒരു ആപ്ലിക്കേഷനാണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയും. മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് മീറ്റർ ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത്. മീറ്റർ ബ്രിഡ്ജിൽ ഇങ്ങനെ ഞാൻ സർക്യൂട്ട് വരയ്ക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് എൽ ഷേപ്പിലുള്ള ഒരു കോപ്പർ സ്ട്രിപ്പാണ്. ഇതും മറ്റൊരു കോപ്പർ സ്ട്രിപ്പാണ്. ദിസ് ഈസ് അനദർ കോപ്പർ സ്ട്രിപ്പ് ഇൻ എൽ ഷേപ്പ്. ഇത് എൽ ഷേപ്പിലുള്ള മറ്റൊരു കോപ്പർ സ്ട്രിപ്പ്. ഈ കോപ്പർ സ്ട്രിപ്സിനെ നമ്മൾ 1 മീറ്റർ നീളമുള്ള റെസിസ്റ്റൻസ് വയർ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കോപ്പർ സ്ട്രിപ്പിന് എ എന്ന് പേര് കൊടുക്കുന്നു. This is B and this copper strip is C. ഇൻസ്ട്രുമെന്റ് C എന്ന് പേര് കൊടുക്കും. ഈ ഗ്യാപ്പ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഗ്യാപ്പിനെ നമ്മൾ ലെഫ്റ്റ് ഗ്യാപ്പ് എന്ന് പറയും. ലെഫ്റ്റ് ഗ്യാപ്പ് എന്ന് പറയും. ലെഫ്റ്റ് ഗ്യാപ്പ്. അതുപോലെ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെ നമ്മൾ റൈറ്റ് ഗ്യാപ്പ് എന്ന് പറയും. റൈറ്റ് ഗ്യാപ്പ്. നമുക്ക് ഏത് റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു. ദിസ് ഈസ് ദ അൺനോൺ റെസിസ്റ്റൻസ് എക്സ്. നമുക്ക് അവിടെ റൈറ്റ് ഗ്യാപ്പിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഞാനിവിടെ കണക്ട് ചെയ്തു എന്നേ ഉള്ളൂ. റൈറ്റ് ഗ്യാപ്പിലും കണക്ട് ചെയ്യാം. അതുപോലെ റെസിസ്റ്റൻസ് ബോക്സ് നമ്മളിവിടെ കണക്ട് ചെയ്യും. ഇവിടെ ഒരു നോൺ റെസിസ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആർ എന്ന് പറയുന്നത് ഒരു നോൺ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മളൊരു ഗാൽവനോമീറ്ററിൽ നിന്ന് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ജോക്കി കണക്ട് ചെയ്യുന്നു. ഹൈ റെസിസ്റ്റൻസിൽ നിന്ന് ജോക്കി കണക്ട് ചെയ്യും. എ മുതൽ ജോക്കി വരെയുള്ള ലെങ്ത് L1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജെ മുതൽ ജോക്കി വരെയുള്ള ലെങ്ത് 100 - L1 ആയിരിക്കും. കാരണം ഇതിന്റെ എ ബി എന്ന് പറയുന്ന ലെങ്ത് 1 മീറ്റർ ആണ്. എ ബി എന്ന് പറയുന്നത് AB = 1 മീറ്റർ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്രയും L1 സെന്റിമീറ്റർ ആണെങ്കിൽ അത് 100 - L1 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ഇപ്പോൾ 4 റെസിസ്റ്റൻസസ് ഉണ്ട്. വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് പോലെ 4 റെസിസ്റ്റൻസസ് ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. ക്യാപിറ്റൽ ആർ മറ്റൊരു റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ജോക്കി എന്ന് പറയുന്നത് ഇതുപോലൊരു സാധനമാണ്. അതിനെ നമുക്ക് റെസിസ്റ്റൻസ് വയറിലൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ലൈഡ് ചെയ്യാവുന്ന ഒരു സാധനം. ഗാൽവനോമീറ്റർ, ഹൈ റെസിസ്റ്റൻസ്, ജോക്കി നമ്മുടെ എ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വയറിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എ ബി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വയറിനെ ജോക്കി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എ മുതൽ ജെ വരെയും ജെ മുതൽ ബി വരെയും. അപ്പോൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൽ ഉള്ളതുപോലെ ഇപ്പോൾ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. എക്സ്, ആർ, എ മുതൽ ജെ വരെ എ ജെ, ജെ മുതൽ ബി വരെ ജെ ബി, നടുവിലൂടെ ഗാൽവനോമീറ്റർ. ഹൈ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത് ഗാൽവനോമീറ്റർ ഇസ് എ വെരി സെൻസിറ്റീവ് ഡിവൈസ്. കറണ്ട് വളരെ കൂടിയാൽ ഗാൽവനോമീറ്റർ നശിച്ചു. ഗാൽവനോമീറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫ്രം ഹൈ കറൻസിൽ നിന്ന്
ഗാൽവനോമീറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഹൈ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. HR എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ വാല്യൂസിന്, നമ്മുടെ കാൽക്കുലേഷൻസിന് വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ ഹൈ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗാൽവനോമീറ്ററിനെ ഹൈ കറണ്ട്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ്. അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കാൽക്കുലേഷനിലെ വാല്യൂസിന് വ്യത്യാസം ഉണ്ടാവില്ല. വീറ്റ്സ്റ്റേൺസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? P/Q = R/S. ഇതാണ് വീറ്റ്സ്റ്റേൺസ് പ്രിൻസിപ്പിൾ. ഇവിടെ പിയുടെ സ്ഥാനത്ത് എന്താണ് നമുക്കുള്ളത്? X ബൈ ക്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്കുള്ളത് R. ആറിന്റെ സ്ഥാനത്തുള്ളത് L1, എസിന്റെ സ്ഥാനത്തുള്ളത് L2. നമുക്കിവിടെ L1ന്റെയും L2ന്റെയും ലെങ്ത് മെഷർ ചെയ്യാൻ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡിവൈസിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് സ്കെയിൽ ഉണ്ട്. സ്കെയിൽ വെച്ച് നമുക്ക് L1 എത്രയാണെന്ന് മെഷർ ചെയ്യാം, L2 എത്രയാണെന്ന് മെഷർ ചെയ്യാം. ഇനി L2 മെഷർ ചെയ്തില്ലെങ്കിലും L1 എത്രയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് L2 എത്രയാണെന്ന് അറിയാം. 100 - L1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് X = R × L1 / L2. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. വി ക്യാൻ കാൽക്കുലേറ്റ് ദി അൺനോൺ റെസിസ്റ്റൻസ് യൂസിങ് ദിസ് ഫോർമുല. ഈ എക്സ്പെരിമെന്റ് ഇത് എക്സ്പെരിമെന്റിലെ ഒരു റീഡിംഗ് ആണ്. ഈ എക്സ്പെരിമെന്റ് ക്യാൻ ബി റിപ്പീറ്റഡ്. ഹൗ ദിസ് എക്സ്പെരിമെന്റ് ക്യാൻ ബി റിപ്പീറ്റഡ്? നമുക്കിവിടെ ആറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. R എന്ന് പറയുന്നത് ഒരു നോൺ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ആറിന്റെ വാല്യൂ ഉപയോഗിച്ചിരിക്കുന്നത് 1 ohm ആണെന്ന് വിചാരിക്കുക. ദിസ് എക്സ്പെരിമെന്റ് ക്യാൻ ബി റിപ്പീറ്റഡ് ബൈ പുട്ടിങ് 2 ohm ഹിയർ. നമുക്ക് 2 ohm ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. 3 ohm ഉപയോഗിക്കാം, 5 ohm ഉപയോഗിക്കാം. അങ്ങനെ എക്സ്പെരിമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാം. ദി എക്സ്പെരിമെന്റ് ക്യാൻ ഓൾസോ ബി റിപ്പീറ്റഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ വാല്യൂസ് ഓഫ് X and R ഓർ ഇന്റർചേഞ്ചിങ് X and R. അതായത് എക്സിനെ ആറിൽ ഇവിടെ വെക്കുക, റൈറ്റ് ഗ്യാപ്പിൽ വെക്കുക, ആറിനെ ലെഫ്റ്റ് ഗ്യാപ്പിൽ വെക്കുക. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ, ആറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. അതുപോലെ ഇന്റർചേഞ്ച് ചെയ്യാം, പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യാം. X ഇരിക്കുന്നിടത്ത് R കണക്ട് ചെയ്യാം, R ഇരിക്കുന്നിടത്ത് X കണക്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും എക്സ്പെരിമെന്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല, EMF കാൽക്കുലേറ്റ് ചെയ്യാനാണ്, EMF മെഷർ ചെയ്യാനാണ്. ഞാൻ നേരത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് പറഞ്ഞായിരുന്നു. എന്നാൽ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യാം, പല എക്സ്പെരിമെന്റ്സ് ചെയ്യാം. ഇതിൽ 2 എക്സ്പെരിമെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് ടു ഫൈൻഡ് the EMF of a cell. To find the EMF of a cell. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 10 മീറ്റർ നീളമുള്ള റെസിസ്റ്റൻസ് വയർ നീളമുള്ള റെസിസ്റ്റൻസ് വയർ ഇങ്ങനെ സിക്സാക് മാനറിൽ കണക്ട് ചെയ്യുന്നു. ഞാനിവിടെ 4 മീറ്ററെ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ, 2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ, 3, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ, 4, ഇവിടെ നിന്ന് അങ്ങനെ 10 മീറ്റർ. ഞാനിവിടെ 4 മീറ്ററെ കാണിച്ചിട്ടുള്ളൂ. ഓരോ മീറ്റർ വീതം സിക്സാക് മാനറിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ഞാൻ ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ 2 ടെർമിനൽസ് എടുക്കുന്നു, എയും ബിയും. നമ്മുടെ എക്സ്പെരിമെന്റിൽ നമ്മൾ എയിൽ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. സെല്ലിൽ നിന്ന് നമ്മളൊരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യുന്നു. റിയോസ്റ്റാറ്റിൽ നിന്ന് ഒരു കീ.
ഇത് സെല്ലാണ്, സെല്ലിന്റെ EMF E, ഇത് റിയോസ്റ്റാറ്റ്, ദിസ് ഈസ് കീ. ഇത്രയത്തിനെ നമ്മൾ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയും. പ്രൈമറി സർക്യൂട്ട് അല്ലെങ്കിൽ ഓർ ഡ്രൈവർ സർക്യൂട്ട് എന്ന് പറയും. പ്രൈമറി സർക്യൂട്ട് അല്ലെങ്കിൽ ഡ്രൈവർ സർക്യൂട്ട്. ഇപ്പോൾ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യാം. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഏത് എക്സ്പെരിമെന്റ് ചെയ്താലും പ്രൈമറി സർക്യൂട്ടിന് ഡ്രൈവർ സർക്യൂട്ടിന് മാറ്റമില്ല. ഓർത്തോളുക, പ്രൈമറി സർക്യൂട്ടിന് എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. ഒരു സെൽ, റിയോസ്റ്റാറ്റ് ആൻഡ് കീ കണക്റ്റഡ് ഇൻ സീരീസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് എ ആൻഡ് ബി. ഇതാണ് പ്രൈമറി സർക്യൂട്ട്. എക്സ്പെരിമെന്റ് മാറുന്നതിനനുസരിച്ച് പ്രൈമറി സർക്യൂട്ട് മാറില്ല, അല്ലെങ്കിൽ ഡ്രൈവർ സർക്യൂട്ട് മാറില്ല, അത് കോൺസ്റ്റന്റ് ആണ്. ഇനി ഈ എക്സ്പെരിമെന്റിന് ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ, ഈ എക്സ്പെരിമെന്റിന് ആവശ്യമായ സെക്കൻഡറി സർക്യൂട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു, E1. സെല്ലിൽ നിന്ന് ഒരു ഗാൽവനോമീറ്റർ, ഗാൽവനോമീറ്ററിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസിൽ നിന്ന് ജോക്കി. ഇതിലുള്ള ലെങ്ത് L1. നമ്മൾ ജോക്കി ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്തപ്പോൾ, എയിൽ നിന്ന് ജോക്കി സ്ലൈഡ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആവും. അതിനെയാണ് ബാലൻസിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ടോപ്പിക്കിൽ അത് പറയാൻ വിട്ടുപോയി. ആ പോയിന്റ്, ജോക്കി നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ട് സ്ലൈഡ് ചെയ്യും. ജോക്കി ഇങ്ങനെ എയിൽ നിന്ന് ഇതുവരെ എത്തും, ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അങ്ങനെ ബി വരെ സ്ലൈഡ് ചെയ്യും. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ജോക്കി എത്തുമ്പോൾ ഗാൽവനോമീറ്ററിലെ റീഡിംഗ് 0 ആവും. ആ പോയിന്റിന് ബാലൻസിങ് പോയിന്റ് എന്ന് പറയും. മീറ്റർ ബ്രിഡ്ജിലും ഇങ്ങനെ തന്നെയായിരുന്നു. ജോക്കി എയിൽ നിന്ന് ബിയിലോട്ട് സ്ലൈഡ് ചെയ്യും, ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്ററിലെ റീഡിംഗ് 0 ആകും. ആ പോയിന്റിനെ ബാലൻസിങ് പോയിന്റ് എന്ന് പറയുന്നു. ഗാൽവനോമീറ്ററിലെ റീഡിംഗ് 0 ആകുന്ന പോയിന്റ് അല്ലെങ്കിൽ നൾ ഡിഫ്ലക്ഷൻ, ആ പോയിന്റിനെ ബാലൻസിങ് പോയിന്റ് എന്ന് പറയുന്നു. അവിടെ വെച്ചാണ് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും എ മുതൽ ജെ വരെ ഉള്ള ലെങ്ത് L1 ആണ്. ആക്ച്വലി ജോക്കി ഇവിടെ എത്തിയപ്പോൾ ഗാൽവനോമീറ്ററിലെ റീഡിംഗ് 0 ആയി. ആ ലെങ്ത് L1 ആണ്. പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് E1 പ്രൊപ്പോർഷണൽ ടു L1, റിലേഷൻ നമ്പർ 1. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ സെല്ല് മാറ്റും, മറ്റൊരു സെല്ല് വെക്കും. ആ സെല്ലിന്റെ EMF E2 ആണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ബാലൻസിങ് ലെങ്തിനും ചേഞ്ച് ഉണ്ടാകും. ലെറ്റ് ദ ന്യൂ ബാലൻസിംഗ് ലെങ്ത് ബി L2. പുതിയ ബാലൻസിംഗ് ലെങ്ത് L2 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ E2 പ്രൊപ്പോർഷണൽ ടു L2, ഇക്വേഷൻ നമ്പർ 2. അതിനെ ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ E1 by E2 is equal to L1 by L2. നമുക്കിവിടെ ഞാൻ മീറ്റർ ബ്രിഡ്ജിൽ പറഞ്ഞതുപോലെ ലെങ്ത് മെഷർ ചെയ്യാൻ L1 ഉം L2 ഉം മെഷർ ചെയ്യാൻ ഇവിടെ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ഉപയോഗിച്ച രണ്ട് സെൽ E1 ഉം E2 ഉം അൺനോൺ ആണെങ്കിൽ, which means if we don't know the values of both E1 and E2, we can find the ratio E1 by E2. നമുക്ക് ഏതെങ്കിലും ഒരു സെല്ലിന്റെ വാല്യൂ അറിയാമെങ്കിൽ, E1ന്റെ വാല്യൂ അറിയാമെങ്കിൽ E2 കണ്ടുപിടിക്കാം. കാരണം L1 ഉം L2 ഉം സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാമല്ലോ. E2 കണ്ടുപിടിക്കാം. ഇനി E2 അറിയാം, E1 അറിയില്ല എങ്കിൽ E1 കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് സെല്ലിന്റെ വാല്യൂ അറിയില്ല എങ്കിൽ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. E1 by E2 എന്ന് പറയുന്ന റേഷ്യോ കണ്ടുപിടിക്കാം.
ഏതെങ്കിലും ഒരു സെല്ലിന്റെ വാല്യൂ അറിയില്ല എങ്കിൽ അറിയാവുന്ന സെൽ ഉപയോഗിച്ച് അറിയാത്ത സെല്ലിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ്. നമുക്കിനി മറ്റൊരു എക്സ്പെരിമെന്റ്, ടു ഫൈൻഡ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. To find the internal resistance of a cell. ഒരു സെല്ലിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സെല്ല് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. The resistance offered by the cell when an electric current passes through the cell is called internal resistance of the cell. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയും പ്രൈമറി സർക്യൂട്ടിന് മാറ്റമില്ല. പ്രൈമറി സർക്യൂട്ട് സെല്ല് റിയോസ്റ്റാറ്റ് കീ മാറ്റമില്ല. പ്രൈമറി സർക്യൂട്ട് റിമൈൻസ് കോൺസ്റ്റന്റ്. സെൽ റിയോസ്റ്റാറ്റ് കീ. നമുക്കിനി ഏത് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത് ആ സെല്ലിനെ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r. ഇവിടെ നമ്മുടെ ഗാൽവനോമീറ്റർ, ഹൈ റെസിസ്റ്റൻസ്, ജോക്കി. ഈ ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി സെല്ലിന് പാരലൽ ആയിട്ട് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റർ കണക്ട് ചെയ്യും ത്രൂ എ കീ. ഞാൻ ഇപ്പോൾ കീ ഈസ് കെപ്റ്റ് ഓപ്പൺ. നമുക്കറിയാം കീയുടെ സിമ്പിൾ ഇതാണ്. ഇങ്ങനെയാണെങ്കിൽ കീ ഓപ്പൺ ആണ്, കീ ഈസ് ഓപ്പൺ. ആൻഡ് ഇങ്ങനെയാണെങ്കിൽ കീ ഈസ് ക്ലോസ്ഡ്, കീ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഇപ്പൊ കീ ഓപ്പൺ ആണ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ഇവിടെ ഉണ്ട്, റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ വച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അത് സർക്യൂട്ടിന്റെ പാർട്ട് അല്ല നിലവിൽ. എക്സ്പെരിമെന്റിന്റെ ഭാഗമായി ഒരു റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും അത് സർക്യൂട്ടിന്റെ പാർട്ട് അല്ല. ഓക്കെ, വെറുതെ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ഇപ്പോൾ ഈ മാത്രമേ ഉള്ളൂ, ഈ ഗാൽവനോമീറ്റർ, ഹൈ റെസിസ്റ്റൻസ്, ജോക്കി. അപ്പോൾ റെസിസ്റ്റർ ഇല്ലാതെ നോക്കുമ്പോൾ ബാലൻസ് ലെങ്ത് L1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ E പ്രൊപ്പോർഷണൽ ടു L1, ഇക്വേഷൻ നമ്പർ 1. നേരത്തെ ചെയ്തതുപോലെ അടുത്ത് എന്ത് ചെയ്യുന്നു? കീ ക്ലോസ് ചെയ്യുന്നു. കീ ക്ലോസ് ചെയ്തു. ഇപ്പോൾ റെസിസ്റ്റർ സർക്യൂട്ടിന്റെ പാർട്ടായി സിസ്റ്റത്തിന്റെ EMF-ന് ഡ്രോപ്പ് ഉണ്ടാകും. സിസ്റ്റത്തിന്റെ EMF കുറയും. കുറഞ്ഞ് പുതിയ EMF E/R+R × R എന്നാവും. അതെങ്ങനെ കിട്ടി? നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് E/R+R ആണ്. ഓംസ് ലോ പറയുന്നത് V = IR ആണ്. ഓർ V = Iക്ക് പകരം E/R+R × R. അപ്പോ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ സിസ്റ്റത്തിന്റെ EMF-ന് ഡ്രോപ്പ് ഉണ്ടായിട്ട് ഇത് ER/R+R എന്നാവും. അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. ദിസ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ന്യൂ ബാലൻസ് ലെങ്ത് L2. ഇപ്പോൾ ബാലൻസ് ലെങ്ത് ചേഞ്ച് ചെയ്യും. നേരത്തെ EMF ഇത്രയായിരുന്നപ്പോഴാണ് ബാലൻസ് ലെങ്ത് L1. ഇപ്പോൾ പുതിയ EMF ഇതാണ്. ഇപ്പോൾ ബാലൻസ് ലെങ്ത് ഈസ് L2. നമുക്ക് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഇയും ഇയും ക്യാൻസൽ ആവും. ഇക്വേഷൻ 1/2. ഇയും ക്യാൻസൽ ആവും. R+R ഡിനോമിനേറ്ററിന്റെ ഡിനോമിനേറ്ററിലാണ്. ഇറ്റ് വിൽ ഗോ ടു ന്യൂമറേറ്റർ. R+R/R = L1/L2. ഓർ ഞാൻ ഇങ്ങോട്ട് എഴുതാം. R+R × L2 = R × L1.
or R into L2 plus small r into L2 is equal to R into L1, or R L2 is equal to R into L1 minus L2, or small r is equal to capital R into L1 minus L2 divided by L2. ഇതാണ് നമ്മുടെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുള്ള രണ്ട് എക്സ്പെരിമെന്റ്സ് നമ്മൾ പഠിച്ചു. ഒന്ന്, ടു ഫൈൻഡ് ദ EMF ഓഫ് എ സെൽ, അല്ലെങ്കിൽ ടു കമ്പയർ ദ EMF ഓഫ് ടു സെൽസ്. മറ്റൊന്ന്, ടു ഫൈൻഡ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ശ്രദ്ധിക്കുക, പ്രൈമറി സർക്യൂട്ട് അല്ലെങ്കിൽ ഡ്രൈവർ സർക്യൂട്ടിന് മാറ്റമില്ല. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഏത് എക്സ്പെരിമെന്റ് ചെയ്താലും പ്രൈമറി സർക്യൂട്ട്, ഡ്രൈവർ സർക്യൂട്ട് മാറ്റമില്ല. സെക്കൻഡറി സർക്യൂട്ടിനാണ് മാറ്റം ഉണ്ടാകുന്നത്. എക്സ്പെരിമെന്റ് ചേഞ്ച് ചെയ്യുന്നത് സെക്കൻഡറി സർക്യൂട്ടാണ്. ഓക്കെ, യെസ്.